ഞങ്ങളെയാണ് കൗതുകത്തോടുകൂടി നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ കാടിനെ കുറിച്ചും ഭൂമിയെ കുറിച്ചും എല്ലാം അറിയാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജീവിക്കുന്ന നാടിനെ കുറിച്ചല്ലേ ശരിക്കും എന്തെങ്കിലും അറിയുന്നൊക്കെ സംശയമാണ്. കാരണം നമ്മൾ ജനിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന മനുഷ്യരാണ്, ഏറ്റവും നല്ല മനുഷ്യർ. നമ്മളെല്ലാവരും മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ബേസിക്കലി നമ്മൾ ഒന്നാണ്. നമ്മൾ ജനിക്കുന്ന സ്ഥലം മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു. അതിന്റെ പേരിലാണ് നമ്മൾ ആദ്യ ജനതയാണ് നിങ്ങൾ. ആദ്യ ജനതാനെ നിങ്ങളെ പറയാൻ പാടുള്ളൂ എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ദ ഫസ്റ്റ് പീപ്പിൾ ആണ് ആദ്യത്തെ ജനത. ഒന്നാലോചിച്ച് ഇവിടുത്തെ കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ കർണാടക ബോർഡറായി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആനശല്യം കാരണം നമുക്ക് അങ്ങനെ അധികം പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരാളെ കാണാൻ വേണ്ടി പോവുക, സുഖമില്ലാതെ കിടക്കണം. അവരൊക്കെ എങ്ങോട്ടേക്ക് പോയി? കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം അവിടെയൊക്കെ ജീവിക്കാൻ പറ്റില്ലല്ലോ, കുറേ കൂടെ കാടായില്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയ വരെ മാത്രമേ ഉള്ളൂ മനുഷ്യർ? അതെയോ? ആ ശരി. കളി കളി എവിടെ എവിടെ അടുത്ത വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവ്, പിള്ളേര്. എത്ര കുട്ടികളാ? 3. നിങ്ങൾ എവിടെ എന്ത് ജോലിയാ ചെയ്യണേ? കൂലിപ്പണിയാ? ഇവിടെ പണിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? ഇവിടെ തൊഴിലുറപ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. ആ, പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഭർത്താവ് എന്ത് ജോലി? ഭർത്താവ് 2 പശുക്കളുണ്ട്, അതിനെ നോക്കി നടക്കുന്നത്. ഇങ്ങനെ കാടിൽ പോകാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ആദ്യം കൂലിപ്പണിക്ക് പോയിട്ടാണ്, ഇപ്പോൾ പോകാൻ പറ്റില്ല. അതെന്താ, പാടില്ല നിയമമുണ്ടോ? ഇല്ല, പുറത്തേക്ക് ഇറങ്ങി പോകാൻ. പിന്നെ ആനല്ലേ, ആന കാട് കറങ്ങി പോകണം, പട്ടാണിക്ക് പോകണം പറ്റില്ല. ഓ, ആനയുടെ ശല്യം വന്നു തുടങ്ങി, അതുകൊണ്ട് പോവാണില്ല. അപ്പോൾ പണിയൊക്കെ കുറഞ്ഞു.